കളിക്കാം. ഹായ് കുട്ടികളെ, നിങ്ങളുടെ ബോക്സുകളിൽ കഴിയുന്നത്ര മലം ശേഖരിക്കണം. ഏറ്റവും കൂടുതൽ ശേഖരിക്കുന്ന നിങ്ങളിൽ 3 പേർ 3 നിറങ്ങളുള്ള ടോയ്ലറ്റ് ചലഞ്ച് കളിക്കും. കൂൾ ആണെന്ന് തോന്നുന്നു. ആദ്യ ഗെയിം ഇപ്പോൾ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് 30 സെക്കൻഡ് ഉണ്ട്. ഹേയ്, അവ എനിക്ക് തരൂ. സമയം കഴിഞ്ഞു. നിങ്ങളുടെ ഫലങ്ങൾ പരിശോധിക്കാം. ഓം ഹോം. അതെ, ഇവാൻ, മരിയ, സ്റ്റെഫി, നിങ്ങൾ ചലഞ്ച് വിജയിച്ചു. ദാഷ, അലക്സ്, ബൈ ബൈ. ബൈ, കാണാം. ബൈ ബൈ. യേ. പ്രധാന ചലഞ്ചിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ പല വ്യത്യസ്ത ചലഞ്ചുകൾ കളിക്കും. നിങ്ങൾ വിജയിച്ചാൽ ഓരോ ചലഞ്ചിനും ഈ സ്റ്റിക്കർ ലഭിക്കും. ഏറ്റവും കൂടുതൽ സ്റ്റിക്കറുകൾ ശേഖരിക്കുന്നവൻ മുഴുവൻ ഗെയിം വിജയിക്കും. ആകർഷകമാണ്. ഞാൻ തീർച്ചയായും വിജയിക്കും. ഒരു നിയമം കൂടി. നിങ്ങൾ എല്ലായ്പ്പോഴും ടോയ്ലറ്റിൽ ഇരിക്കണം. എഴുന്നേൽക്കരുത്. ടോയ്ലറ്റിൽ ഇരിക്കണോ? ശരി, ഞാൻ അവിടെ മണിക്കൂറുകളോളം ഇരിക്കാം. അത് ശരിയാണ്. നിങ്ങളുടെ ടോയ്ലറ്റുകളിൽ. വളരെ സുഖകരമാണ്. ചലഞ്ച് ഒരു. നിങ്ങളുടെ നിറത്തിലുള്ള പന്തുകൾ നിങ്ങളുടെ പൂളുകളിൽ നിന്ന് നിങ്ങളുടെ നിറത്തിലുള്ള പൈപ്പുകളിലേക്ക് എറിയണം. ഏറ്റവും കൂടുതൽ പന്തുകൾ പൈപ്പിലേക്ക് എറിയുന്നവൻ വിജയിക്കും. എല്ലാം വ്യക്തമാണോ? അതെ. ആദ്യ ഗെയിം ഇപ്പോൾ ആരംഭിക്കുന്നു. ഓ മൈ ഗോഡ്. യേ, എനിക്ക് ഒരു കിട്ടി. അതെ, യേ. സമയം കഴിഞ്ഞു. നിങ്ങളുടെ ഫലങ്ങൾ പരിശോധിക്കാം. ഇവാൻ ഈ ചലഞ്ച് വിജയിച്ചു. അവൻ ആദ്യ സ്റ്റിക്കർ നേടുന്നു. അതെ, ഞാൻ വിജയിച്ചു. ചലഞ്ച് 2. ടെന്നീസ് പന്തുകൾ ഉപയോഗിച്ച് ഈ പിരമിഡുകളിൽ നിന്ന് എല്ലാ ടോയ്ലറ്റ് പേപ്പർ റോളുകളും തകർക്കണം. ഏറ്റവും കൂടുതൽ തകർക്കുന്നവൻ വിജയിക്കും. എല്ലാം വ്യക്തമാണോ? എല്ലാം വ്യക്തമാണ്. രണ്ടാമത്തെ ചലഞ്ച് ഇപ്പോൾ ആരംഭിക്കുന്നു. ടെന്നീസ് പന്തുകൾ. വാ. സമയം കഴിഞ്ഞു. നിർത്തൂ, നിർത്തൂ, നിർത്തൂ. രണ്ടാമത്തെ ചലഞ്ചിന്റെ ഫലങ്ങൾ പരിശോധിക്കാം. എല്ലാവർക്കും 6 പോയിന്റ് ലഭിക്കുന്നു. അതിനാൽ എല്ലാവർക്കും ടോയ്ലറ്റ് ലഭിക്കുന്നു. ഇത് സമനിലയാണ്. അച്ഛാ, ക്ഷമിക്കണം, എനിക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ചലഞ്ച് 3. ശരി കൂട്ടുകാരെ, ഈ സമയം നിങ്ങൾ ഡാർട്ടുകൾ ഉപയോഗിച്ച് എല്ലാ ബലൂണുകളും പൊട്ടിക്കണം. ഏറ്റവും കൂടുതൽ പൊട്ടിക്കുന്നവൻ വിജയിക്കും. ബലൂണുകൾ പൊട്ടിക്കൽ എന്റെ ഇഷ്ടപ്പെട്ട കാര്യമല്ല. അപ്പോൾ നീ തോറ്റുപോകും മരിയ. ഹാ ഹാ ഹാ. അത് നിർത്തൂ കൂട്ടുകാരെ, കളിക്കാം. ഈ ചലഞ്ചിൽ നമുക്ക് സ്റ്റോപ്പ് വാച്ച് ആവശ്യമില്ല, പക്ഷേ ഇത് ആവശ്യമുണ്ട്. ഡാർട്ടുകൾ. അയ്യോ. ഗെയിം ആരംഭിക്കട്ടെ. ട്രിപ്പിൾ ഷോട്ട് പരീക്ഷിക്കാം. ഞാൻ 2 കൈകളുമായി ശ്രമിക്കും. 1
ഹുറേ, ഇത് വളരെ രസകരമാണ്. അവൾക്ക് ചിലന്തികൾക്ക് ഭയം. സ്റ്റെഫി, നോക്ക്, അവിടെ ഒരു ചിലന്തി ഉണ്ട്, ഓടിക്കോ. ചുരുക്കം പറഞ്ഞത് ഐവാൻ. എനിക്ക് ഇനി കീടങ്ങളെ ഭയമില്ല. അയ്യോ, ഒന്ന് ശ്രമിച്ചു നോക്കാൻ തക്കതായിരുന്നു. കുട്ടികളെ, അത്ഭുതകരമായിരുന്നു. നിങ്ങളുടെ ഫലങ്ങൾ പരിശോധിക്കാം. മറിയ വിജയിച്ചു. അവൾക്ക് ഒരു സ്റ്റിക്കർ ലഭിക്കും. ചലഞ്ച് 4. അടുത്തത്, നിങ്ങളുടെ നിറത്തിലുള്ള ടോയ്ലറ്റിലേക്ക് ഇങ്ങനെ കക്കൂസ് എറിയണം. എല്ലാം വ്യക്തമാണോ? എല്ലാം വ്യക്തമാണ്. ഏറ്റവും കൂടുതൽ എറിയുന്നവൻ ജയിക്കും. ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ചെയ്യാം. ഇപ്പോൾ കളി തുടങ്ങുന്നു. വാ വാ. ഞാൻ നഷ്ടപ്പെട്ടു. ഇല്ല, അടുത്ത് ആയിരുന്നു. ഓ, ഒന്ന് കൂടി ബാക്കി. സമയം കഴിഞ്ഞു. ഫലങ്ങൾ പരിശോധിക്കാം. ഇനി വിജയിയെ പ്രഖ്യാപിക്കുന്നു. മറിയ, യു. അതായത് നിനക്ക് ഒരു സ്റ്റിക്കർ ലഭിക്കും. ദല്ല ജോലി മരിയ. ഇനി വിജയിയെ പ്രഖ്യാപിക്കുന്നു. മരിയ, തീർച്ചയായും. ഹുറേ. ദല്ല ജോലി. നിനക്ക് സമ്മാനം ലഭിച്ചു. അലക്സ്, ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞത്? എനിക്ക് വാതിൽ തുറക്കണം. നീ അന്യരെ കൊണ്ട് വാതിൽ തുറക്കരുത്. വാവ്, ഇന്ന് ബുധനാഴ്ച. ഹായ്, സീക്രട്ട് ബോക്സ് ഡെലിവറി. ചിന്തിക്കേണ്ട, ഇത് എന്റെ തെറ്റാണ്. അച്ഛാ, നീ ബുധനയെ അകത്ത് കടത്താമോ? എനിക്ക് അവളുടെ സ്പൈഡറുമായി കളിക്കണം. ഇല്ല, ആ സ്പൈഡർ വളരെ ഭയങ്കരമാണ്. പക്ഷേ എനിക്ക് കളിക്കണം. No way. അതെന്താണ്? ഇല്ല ഇല്ല ഇല്ല. അലക്സ്, ഇല്ല. Huh? ഹായ്, സീക്രട്ട് ബോക്സ് ഡെലിവറി. മനോഹരമായ പൂവ്. വാവ്, എത്ര ഭയങ്കരമായ പൂവ്. അവൻ ഭയങ്കരനല്ല, അവൻ അല്പം പേടിച്ചിരിക്കുന്നു. അവനെ സ്നേഹിച്ചു നോക്കൂ. അച്ഛാ, എനിക്ക് അവനുമായി കളിക്കണം. ഇല്ല, ഈ പൂവ് വളരെ ഭയങ്കരമാണ്. മൂക്കിൽ നിന്ന് ശബ്ദം വരുത്തരുത്. Huh? അലക്സ്, നീ അന്യരെ കൊണ്ട് വാതിൽ തുറക്കരുത്. Huh? Huh? സീക്രട്ട് ബോക്സ് ഡെലിവറി.
നല്ല വീട്. ഞാൻ ഇവിടെ താമസിക്കാമോ? എനിക്ക് തോന്നുന്നത് ഇല്ല. ലല്ല കുട്ടി റിഡായ്. Okay. സൂപ്പർമാൻ ഓടിയ ശേഷം നമുക്ക് ശ്രമിക്കാം. 1 2 3 4 5. വാവ്, ഇത് പ്രവർത്തിക്കുന്നു. അവിടെ ആരാണ്? എനിക്ക് വാതിൽ തുറക്കണം. അലക്സ്, ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്യരെ കൊണ്ട് വാതിൽ തുറക്കരുത്. Huh? Secret box delivery. Wow. Fantastic. ഉപഹാരങ്ങൾക്ക് നന്ദി, പക്ഷേ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനാവില്ല. അതെ, നല്ല കുട്ടി. Okay. വീടത്ത് കാണാം. ഇത് എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു സിനിമാ ഹാൾ ആണ്. ഒറ്റയ്ക്ക് രസമില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളെ അന്വേഷിക്കാൻ പോകും. സുഹൃത്തുക്കളെ നോക്കൂ, സിനിമയ്ക്കുള്ള മികച്ച സ്ഥലം. സുഹൃത്തുക്കളെ, നമുക്ക് ഈ സ്ഥലം അലങ്കരിക്കാം. ആദ്യം നമുക്ക് കുളങ്ങൾ അലങ്കരിക്കണം. ഞാൻ എന്റെ കുളം എന്റെ ശൈലിയിൽ ഉണ്ടാക്കും. ഓ, പെർഫെക്റ്റ്. ഇത് എന്റേതാണ്. Okay. നല്ലതാണ്. ഇപ്പോൾ പച്ച നിറം ഇടാം. ഓ, കൂൾ. എനിക്ക് തിളങ്ങുന്ന നിറങ്ങൾ ഇഷ്ടമല്ല. എനിക്ക് എന്റെ സ്വന്തം ശൈലിയുണ്ട്. എന്റെ പ്രിയ സുഹൃത്തെ, കറുപ്പിന്റെ പൂർണ്ണമായ സംയോജനം. സിനിമയ്ക്ക് എല്ലാം തയ്യാറാണ്. അലക്സ്, ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞത്? അപരിചിതർക്ക് വാതിൽ ഒരിക്കലും തുറക്കരുത്. കുട്ടികളെ, ഇന്ന് നാം അസാധ്യമായ ആകൃതികളിലൂടെ ചാടൽ ചലഞ്ച് കളിക്കും. നിയമങ്ങൾ ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ ആകൃതികളിലൂടെ കുളത്തിലേക്ക് ചാടണം. ആകൃതി തൊടാതെ ചാടുന്നവൻ പോയിന്റ് ലഭിക്കും. പക്ഷെ നിങ്ങൾ ആകൃതി തകർത്താൽ നിങ്ങൾക്ക് പോയിന്റ് ലഭിക്കില്ല. എളുപ്പമെന്ന് തോന്നുന്നു. എളുപ്പമോ? നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ ചെയ്തു. ഈ ആകൃതിയിലൂടെ അടുത്തത് ആരാണ് പോകുന്നത്? സ്റ്റെഫി, നമുക്ക് പോകാം. യേയ്. ഹുറേ, എനിക്ക് ഒരു പോയിന്റ്. നീ ശരിയാണ്. സ്റ്റെഫിക്ക് ഒരു പോയിന്റ്. എനിക്ക് തോന്നുന്നു ഇത് എന്റെ തവണയാണ്. ശരി ഇവാൻ, നമുക്ക് പോകാം. Aha. അതെ, എനിക്ക് ഒരു പോയിന്റ്. ഞാൻ ഇത് എളുപ്പമാക്കും. എല്ലാവരും വഴിമാറി നിൽക്കൂ. യേയ്. നല്ല ജോലി മരിയ. അടുത്തത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ശരി, അടുത്ത ആകൃതി ഐസ്ക്രീം ആണ്. പക്ഷേ ഈ റൗണ്ടിൽ നിങ്ങൾ പിൻവശത്തേക്ക് ചാടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
വലതുവശത്തേക്ക് ശരിക്കും. ഇത് ചെയ്യാൻ കഴിയുന്ന എല്ലാവർക്കും 2 പോയിന്റ് ലഭിക്കും. 2. യേയ്, ജാൻ ചെയ്തു. ശശി എന്റെ തവണ. ശരി, ഇവാനിന് 2 പോയിന്റ് ലഭിക്കുന്നു. ധീരയായ പെൺകുട്ടി, ഇവിടെ നിന്നേക്കായി 2 പോയിന്റ്. ഇത് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അത് അത്ഭുതകരമായിരുന്നു. ജാൻ മികച്ച ആകൃതി തിരഞ്ഞെടുക്കാൻ പോകുന്നു. അയ്യോ, ഒരു ഷാർക്ക്. ഈ റൗണ്ട് എളുപ്പമാകില്ല, കാരണം ഈ റൗണ്ട് എങ്ങനെ കഠിനമാക്കാമെന്ന് എനിക്ക് ഒരു ആശയമുണ്ട്. നമുക്ക് വഴി കാണിച്ചു തരാം. ഞാൻ ഒരു ചുരുളനാണെന്ന് ഞാൻ കൽപ്പിക്കണം. അത് പ്രവർത്തിച്ചു. ഞാൻ ചാടുന്നു. യേയ്, ഞാൻ ചെയ്തു. ശരി, ഞാൻ അത് ചെയ്യാം. ഓ, അത് അത്ഭുതകരമായിരുന്നു. ഇവിടെ വളരെ ഇരുണ്ടിരിക്കുന്നു. അതെ, വഞ്ചന വേണ്ട. ഇവാൻ, മരിയ, ദാഷ, സ്റ്റെഫി എന്നിവർക്ക് പോയിന്റ് ലഭിക്കൂ. നല്ല ഒരു ആകൃതി തിരഞ്ഞെടുക്കാം. ശരി, അടുത്ത റൗണ്ട് മാരിയോ ആണ്. വാവ, ഈ ആകൃതി എനിക്ക് വളരെ ചെറുതാണ്, പക്ഷേ എനിക്ക് ഒരു ആശയമുണ്ട്. ഈ കളിക്കാരൻ എന്റെ സ്ഥാനത്ത് ഉണ്ടാകും. നിനക്ക് എല്ലാ ആകൃതികളിലും തീർച്ചയായും ചേരും. ഞാൻ നിന്നെ നിരാശപ്പെടുത്തില്ല, മരിയ. ആശംസകൾ, അലക്സ്. ചെറുതായിരിക്കുക വളരെ നല്ലതാണ്. അടുത്തത് ഞാൻ. എളുപ്പം. എന്റെ ജിംനാസ്റ്റിക് കഴിവുകൾ ഉപയോഗിക്കാനുള്ള സമയമാണ്. ഗാനു. അത് വളരെ എളുപ്പമായിരുന്നു. കാത്തിരിക്കുക, എനിക്ക് ഒരു ആശയമുണ്ട്. ഹേയ്, ഞാൻ അതിലൂടെ കടന്നു പോകുകയാണെങ്കിൽ എനിക്ക് 3 പോയിന്റ് വേണം. ശശി, യേയ്, ഞാൻ വിജയാണ്. വാവ. ഇവാൻ, അത് വളരെ സൃഷ്ടിപരമായിരുന്നു. നിനക്ക് 3 പോയിന്റ്. ഇത് എന്റെ തവണ. ഈ റൗണ്ട് കൂടുതൽ രസകരമാക്കാൻ എനിക്ക് ഒരു ഐഡിയയുണ്ട്. എങ്ങനെ? നീ ഇപ്പോൾ ആ ആകൃതിയിലേക്ക് ചാടണം. എളുപ്പം. ജാനും അത് ചെയ്യാം. ഗൂൾ, ഇത് എളുപ്പമാകും. ഇത് വളരെ രസകരമാണ്. എനിക്ക് കൂടുതൽ വേണം. ഞാൻ ചാടാൻ കാത്തിരിക്കാനാവില്ല. ഐവാൻ, എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ആകൃതി വേണം. എന്റെ ഈ ആകൃതിയിലൂടെ കടന്നു പോകാൻ കഴിയില്ല. വാ ഐവാൻ, നീ അത് ചെയ്യാം. ശരി, പക്ഷേ ഞാൻ ജാഗ്രതയോടെ വേണം. അതെ, ഞാൻ ചെയ്തു. ജാൻ ഇത് എളുപ്പത്തിൽ ചെയ്യാം. യേയ്, ഞാൻ ചെയ്തു. ഇപ്പോൾ എന്റെ തവണ. അതെ, പറ്റിയ ചാട്ടം. ഇപ്പോൾ എന്റെ പണി തുടങ്ങട്ടെ. യേയ്, എനിക്ക് ഒരു പോയിന്റ് കൂടി. കുട്ടികളെ, അത് എളുപ്പമല്ല. അതിനാൽ ഞാൻ എല്ലാവർക്കും അധിക പോയിന്റുകൾ നൽകും. അടുത്തത്. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭാഗ്യം ആശംസിക്കുന്നു. ജാൻ ഇത് കൈകാര്യം ചെയ്യും.
ഇത് വാസ്തവത്തിൽ അത്ഭുതകരമായിരുന്നു ഐവാൻ, പക്ഷേ ആകൃതി ഇല്ലെങ്കിൽ പോയിന്റുകൾ ഇല്ല. ക്ഷമിക്കണം. അവസാന റൗണ്ട്. നല്ലൊരു ആകൃതി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിലൂടെ കടന്നുപോകാൻ കഴിയില്ല. ആകൃതി വളരെ സങ്കീർണമാണ്, അത് മാറ്റൂ. ഞാൻ ഇത് ചെയ്യാൻ കഴിയില്ല. കുട്ടികളെ, എല്ലാം സാധ്യമാണ്. നിങ്ങളിൽ വിശ്വാസം വെക്കുക. കടന്നുപോകാൻ സാധ്യമെങ്കിൽ ഞങ്ങളെ കാണിക്കൂ. നമുക്ക് കാണിക്കൂ. നമുക്ക് കാണിക്കൂ. നമുക്ക് കാണിക്കൂ. ശരി, ഒരു പോരാട്ടം നടത്താം. ഞാൻ ഈ ആകൃതിയിലൂടെ കടന്നുപോയാൽ ഞാൻ ജയിക്കും, പക്ഷേ നിങ്ങൾ എല്ലാവരും തോൽക്കും. ഒപ്പുവെക്കാം. ശരി. ഇല്ല, ഞാൻ തോൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇത് ചെയ്യാം. ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ ജയിച്ചു.